Friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ ചാനലിലേക്ക് ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവരോട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. വി ഹാവ് 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ്. അത് കേരള സെറ്റ് 2021 എക്സ്ക്ലൂസീവ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള ഓരോ സബ്ജക്റ്റിനെ പറ്റി സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ടോപ്പിക് വൈസ് നമ്മൾ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ പ്ലേലിസ്റ്റ് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2020, 2019, 2018 എന്നുള്ള പാറ്റേണിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 14 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാർട്ട് 13 വരെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന് പറയുന്ന സീരീസിലുണ്ട്. സോ ഡു വാച്ച് ദാറ്റ് ബിക്കോസ് ദാറ്റ് topics are so important. Okay, so let's jump into our video. We are having 7 questions in this set. Question number 1, advanced organizer model promotes. Options are option A, group learning, option B, rote learning, option C, meaningful learning, and option D, that is symbolic learning. Here the answer will be option D, that is meaningful learning. ഫസ്റ്റ് നമുക്ക് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് പി ഒസബൽ. അത് ഓർക്കാനായിട്ടുള്ള ഷോർട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡ്വാൻസ് ഓർഗനൈസർ, അഡ്വാൻസ് ഒസബൽ, എ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളോട് ഓർക്കാൻ എളുപ്പത്തിന് ഒരു ടിപ്പ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ helps the teacher present information so that the students will better understand and remember it. ഈ ഒരു ഒറ്റ സെൻറ്റൻസ് മതി നിങ്ങൾക്ക് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് ഈ ഒരു മോഡലിൽ ടീച്ചർ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യും. എങ്ങനെ? ടു ദി സ്റ്റുഡൻസ് വിത്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിമെമ്പർ ഇറ്റ്. നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത്, ഓക്കെ, നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ തന്നെ അത് ഓർത്ത് വയ്ക്കാനുള്ള ഐഡിയാസും എല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൽ പറയുന്നത്. സോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് എന്താണ്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് മീനിങ് ലേണിംഗ് ആണ്. അതായത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൽ നമ്മൾ മീനിങ് ഫുള്ളായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക്, ഒരു അഡ്വാൻസ് ഓർഗനൈസർ എന്ന നിലയ്ക്ക് നമ്മൾ മീനിങ് ഫുള്ളായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന്. അണ്ടർസ്റ്റുഡ്? സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നത് ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ആ ഒരു ടീച്ചർ ഗ്രൂപ്പായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൻ്റെ എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് മീനിങ് ലേണിംഗ് തന്നെയാണ്. പിന്നെ റൂട്ട് ലേണിംഗ് ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് മെമ്മറൈസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് റൂട്ട് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ റൂട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ സിംബോളിക് ലേണിംഗ്, സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സിംബോളിക് ലേണിംഗ്. ഓക്കെ, moving to question number 2, concrete operational stage is one of the development stages by. concrete operational stage ആരുടെ സ്റ്റേജസിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ബ്രണ്ണർ, ഓപ്ഷൻ ബി പൈഗറ്റ്, ഓപ്ഷൻ സി വൈഗോട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഗഗൻ. ഹിയർ ദ ആൻസർ വിൽ ബി പൈഗറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ 4 stages ഓഫ് ചിൽഡ്രൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ ഒന്നാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് സ്റ്റേജ് 2 ആയിട്ടാണ് വരുന്നത്. 2 to 4 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്ന ജെറോം ബെർണറിൻ്റെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. 3 stages, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇന്നലെ നമ്മൾ നോക്കിയില്ലേ. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കിക്കോളൂ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ഉണ്ട്. 13ഉം 12ആണ് ഇന്നലത്തെ. ഓക്കെ, പിന്നെ പറഞ്ഞ വൈഗോട്സ്കിനെ പറ്റി ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത് എല്ലാം ഞാൻ ക്ലിയറായി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ആൻഡ് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വൈഗോട്സ്കി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. ലാംഗ്വേജ്, കൾച്ചർ, സോഷ്യൽ ഇൻട്രാക്ഷൻ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയാണ് അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഗഗൻസിൻ്റെ 8 ലെവൽ ഓഫ് ലേണിംഗ്, ടൈപ്സ് ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൈ ലെവൽ ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ലെവൽ ലേണിംഗ് ഉണ്ട്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം. അണ്ടർസ്റ്റുഡ്?
Moving to question number 3, who among favored development of census as the aim of education? ഈ പറയുന്നവരിൽ ആരാണ് എയിം ഓഫ് എഡ്യൂക്കേഷനിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻസസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ വിവേകാനന്ദ, ഓപ്ഷൻ ബി ഗാന്ധിജി, ആൻഡ് ഓപ്ഷൻ സി ടാഗോർ, ആൻഡ് ഓപ്ഷൻ ഡി ഔറോബിന്ദു. ഹിയർ ദ ആൻസർ വിൽ ബി ഔറോബിന്ദു. ഔറോബിന്ദുവിനെ പറ്റി നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് 30 പ്രൊപ്പൗണ്ടേഴ്സിൽ. എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഔറോബിന്ദു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റേർണൽ യോഗ എന്നുള്ളൊരു ഫ്രേസാണ്. ഓക്കെ, ഔറോബിന്ദു നമ്മളിപ്പോൾ ഒരു യോഗ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തെങ്കിലും നമ്മളെ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലുള്ള ടേംസ് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, സോ ഔറോബിന്ദു ഇൻറ്റേർണൽ യോഗയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലെ നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ ഓർക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഔറോബിന്ദു എന്തുകൊണ്ടാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻസസിൽ എഡ്യൂക്കേഷനിലുള്ള ബന്ധം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2-3 സെൻറ്റൻസിൽ നോക്കാം അല്ലേ? സോ ഇവിടെ പറയുന്ന കാര്യം, അക്കോർഡിംഗ് ടു ഹിം ദ സെൻസസ് ക്യാൻ ബി ഫുള്ളി ട്രെയിൻഡ് വെൻ നെർവ്, ചിന്ത ആൻഡ് മാനാസ് ആർ പ്യുർ. ഹെൻസ് through education purity of census is to be achieved before any development is possible. അതായത് ഇവിടെ പറയുന്നത് അത് ത്രൂ എഡ്യൂക്കേഷനാണ് പ്യൂരിറ്റി ഓഫ് സെൻസസ് ടു ബി അച്ചീവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മളുടെ സെൻസസ്, നമുക്ക് 5 സെൻസസ് ഉണ്ട് അല്ലേ, ആ 5 സെൻസസിൻ്റെ പ്യൂരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സെൻസസ് ആസ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ വിവേകാനന്ദയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഫോക്കസ് മാൻ മേക്കിങ്ങിലേക്കാണ് അല്ലേ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ നോട്ടിങ് ഓൾ ദ പോയിൻറ്റ്സ് വിച്ച് ഐ ആം മെൻഷനിങ് ഇൻ ദിസ് വീഡിയോ. സോ സ്വാമി വിവേകാനന്ദനെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാൻ മേക്കിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ യോഗയ്ക്കും അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മെൻ എന്നുള്ള രീതിയിലാണ് കൂടുതലും ഒരു മാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസാണ് ഈ സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നായ് താലീം എന്നുള്ള ഒരു പോയിന്റ്. അത് നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ട് ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗാന്ധിജി നായ് താലീം എന്നുള്ളത് മിക്കപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഗാന്ധിജി മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളില്ലേ, ആ സെൻറ്റൻസുകളിലെല്ലാം നമുക്ക് ഒരു കീവേഡ് പോലെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ മരണത്തിൻ്റെ കാര്യം എൻഡ്, അല്ലെങ്കിൽ DIE എന്നുള്ള ഒരു മരണത്തിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഹെൽത്തി ആ ഒരു ടൈപ്പ് ഓഫ് വേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു 3-4 സെൻറ്റൻസ് മഹാത്മാഗാന്ധിജി ഈ ഒരു എഡ്യൂക്കേഷൻ ബന്ധപ്പെടുത്തിയിട്ടുള്ള സെൻറ്റൻസ് പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ എൻഡ്, മരണം എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ടാവും, പോയിൻ്റ് അല്ല ജസ്റ്റ് ഒരു വേർഡ്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ഹെൽത്ത് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഗാന്ധിജി പറഞ്ഞതാണ്, ഇതൊരു KKPP ആണ്, കിട്ടി പോയി എന്നുള്ളൊരു പോയിൻ്റാണ്. ഈവൻ തോ ഞാൻ നിങ്ങളുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തത്. ഞാൻ ഫൈൻഡ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ആൻഡ് പിന്നെ ഓപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ടാഗോറാണ്. ടാഗോർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നേച്ചർ ആസ് എ ടീച്ചറാണ്. ആൻഡ് ഹി വാസ് എ ഫൗണ്ടർ ഓഫ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഈസ്റ്റ് വെസ്റ്റ്. ഇത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനിൽ വന്നതാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഈസ്റ്റ് വെസ്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ടാഗോറാണ്. ആൻഡ് ടാഗോർ ഈസ് എ ഐഡിയലിസ്റ്റ്. അതുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. ആൻഡ് ഒരു പോയിൻറ്റും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് ടാഗോർ ശാന്തിനികേതൻ എന്നൊരു പോയിൻറ്റും കൂടെ നിങ്ങളൊന്ന് ആ ടാഗോറിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, so without much delay let's move to next question. Culture in its proper sense is, options are option A civilized behavior of educated mass, option B complex whole of whatever men achieved as a member of society, option C
sophistication in lifestyle, and option D, change in setup of a society. ഹിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൾച്ചർ ഇൻ ഇറ്റ്സ് പ്രോപ്പർ സെൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് എ സിവിലൈസ്ഡ് ബിഹേവിയർ ഓഫ് എഡ്യൂക്കേറ്റഡ് മാസ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which works as a powerful barrier against vertical mobility in India? വേർട്ടിക്കൽ മൊബിലിറ്റിയിലെ അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള ബാരിയർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ കാസ്റ്റ്, ഓപ്ഷൻ ബി ക്ലാസ്, ഓപ്ഷൻ സി ഒക്യുപ്പേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ജോബ്. ഈ 4 ഓപ്ഷനിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു പവർഫുൾ ബാരിയറായിട്ട് നിൽക്കുന്നത് കാസ്റ്റാണ്. ഓക്കെ, സോ ഒരു പവർഫുൾ ബാരിയർ എഗെയിൻസ്റ്റ് വേർട്ടിക്കൽ മൊബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൻസർ എഴുതിക്കോളൂ, ദാറ്റ് ഇസ് കാസ്റ്റ്. ഓക്കെ, so without much delay, let's move to next question. Chairman of revised national policy on education committee was. Options are option A Ramamurthy, option B Janardhanan Reddy, option C Manmohan Singh, and option D Murali Manohar. Here the answer will be Janardhanan Reddy. അപ്പോൾ ഇനി നമുക്ക് ഹയർ എഡ്യൂക്കേഷന് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ലെക്ചർ നോട്ടിൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ ആദ്യം പറയുന്നത് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇല്ലേ, അതിനെ പറ്റിയിട്ടാണ്. സോ 1986 ദ ഗവൺമെൻറ് ലെഡ് ബൈ രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസസ് എ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. A new policy called for special emphasis on removal of disparity and equalize educational opportunity, especially for Indian women, scheduled tribes and scheduled caste community. അതായത് ഇവിടെ പറയുന്നത് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇല്ലേ, അതിൻ്റെ ഒരു ന്യൂ ഫോമിലേക്ക് വന്നപ്പോൾ അവിടെ കൂടുതൽ എംഫസൈസ് കൊടുത്തത് റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റിയാണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, ഷെഡ്യൂൾഡ് ട്രൈബാണ്, നീ വുമണാണ്, അതുകൊണ്ട് നിനക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യില്ല എന്നെല്ലാം ഉണ്ടായിരുന്നു. സോ അതിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986 കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ആ ടൈമിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്തെ ഹെഡ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളൊരു പോയിൻറ്റ് നമ്മളുടെ ജനാർദ്ദന റെഡ്ഡിനെ പറ്റിയിട്ടാണ്. അതായത് കേബ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ ജനാർദ്ദന റെഡ്ഡി ഓൺ 31st July 1991 to review the implementation of various parameters of national policy on education. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റൈറ്റ്? കേബിൻ്റെ ഹെഡായിട്ടാണ് നമ്മളുടെ ജനാർദ്ദന റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി അപ്പോയിൻറ്റ് ചെയ്തത്. കേബിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. സോ അദ്ദേഹമാണ് നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്ന ആ ഒരു റിവ്യൂസ് നടത്തിയത്. ഓക്കെ, ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റിപ്പോർട്ട് ഓഫ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. നമുക്കെല്ലാവർക്കും അറിയാം ഫസ്റ്റ് കമ്മിറ്റി വന്നത് രാമമൂർത്തി കമ്മിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിവ്യൂവിൽ നടന്നിട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകളെയാണ് ജനാർദ്ദന കമ്മിറ്റിയിൽ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാമമൂർത്തി കമ്മിറ്റീനെ പറ്റി നമുക്കൊരു 2 സെൻറ്റൻസ് ഒന്ന് നോക്കാം. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ മെയ് 1986. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഉണ്ടായിരുന്നത്. ഓക്കെ, സോ എ കമ്മിറ്റി വാസ് സെറ്റപ്പ് അണ്ടർ എ ചെയർമാൻഷിപ്പ് ഓഫ് ആചാര്യ രാമമൂർത്തി ഇൻ മെയ് 1990 ടു റിവ്യൂ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ and to make a recommendation for its modification. So ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തു. ആ കമ്മിറ്റിയിൽ ചെയർമാൻഷിപ്പായിട്ടുണ്ടായത് ആചാര്യ രാമമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ടു റിവ്യൂ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദ മോഡിഫിക്കേഷൻ. എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻ ചെയ്യലായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള വർക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഈ മെൻഷൻ ചെയ്യുന്ന പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നുള്ള ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ സെക്ഷൻ. ഐ തിങ്ക് യു പീപ്പിൾ നോ ഹൗ ഇമ്പോർട്ടൻസ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ സെക്ഷൻ എന്നുള്ളത്, റൈറ്റ്? അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ പോയിൻറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം,
ഇനി നമ്മളുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓഫ് റിവൈസ്ഡ് നാഷണൽ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു 99% ഷ്യൂറിറ്റി ഉള്ള ഒരു സെക്ഷനാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020. ഓക്കെ, അതിൽ എനിക്ക് കളക്ട് ചെയ്യാവുന്ന എല്ലാ പോയിൻറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ആ ഒരു 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ആ ഒരു ചെയർമാൻ ഓഫ് റിവൈസ്ഡ് നാഷണൽ പോളിസി എന്ന് പറയുന്നത് കെ കസ്തൂരി രംഗനാണ്. ഓക്കെ, വിച്ച് വാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ May 31st, 2019. The committee was constituted by the Ministry of HRD, Human Resource Development in June 2017. ഈ ഒരു 2020 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നതിന് ഒരു 3-4 ഇയേഴ്സ് മുന്നേ തന്നെ അവരതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, കാരണം ഇതൊരു വലിയ ഒരു പ്രോഗ്രാമാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് പറഞ്ഞു നോക്കൂ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്, നമ്മളുടെ ഈ ഒരു ഫുൾ നേഷൻ്റെ പോളിസി ഓഫ് എഡ്യൂക്കേഷനാണ്. സോ അത്ര പ്രിപ്പറേഷൻ, അത്ര ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ടാണ് അവർ ഓരോ മൂവും നടത്തിയിട്ടുള്ളത്. ഓക്കെ, so without much delay, let's move to last question of today's. Lamp cannot light unless it's continue to burn in its own flame are the words of. ഈ ഒരു വേർഡ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ആൻഡ് ഓപ്ഷൻ ഡി ശ്രീ ഔറബിന്ദു ഘോഷ്. സോ ഹിയർ ദ ആൻസർ വിൽ ബി രവീന്ദ്രനാഥ് ടാഗോർ. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇത് ഇൻസൾട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് ഇപ്പം നമ്മളുടെ ഇന്നത്തെ 3rd ക്വസ്റ്റ്യനിൽ നമ്മൾ ടാഗോറിനെ പറ്റി, ഗാന്ധിജി, വിവേകാനന്ദ, ഔറബിന്ദുവിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സെക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ ശാന്തി നികേതൻ എന്നുള്ള ഒരു പോയിൻ്റ് ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം വളരെയധികം ശാന്തം മൈൻഡുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആള് ലാമ്പും പിടിച്ചു നിൽക്കുന്നു, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. രവീന്ദ്രനാഥ് ടാഗോർ വൈകുന്നേരം ആകുമ്പോൾ ലാമ്പും പിടിച്ചു നിൽക്കുന്നു. സോ ഇനി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ലാമ്പിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഓക്കെ അത് രവീന്ദ്രനാഥ് ടാഗോറാണ്, കാരണം ഈവനിങ് ആകുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ലാമ്പും പിടിച്ച് നിൽക്കും. ഓക്കെ, സോ ഇത് ജസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോറിനെ കളിയാക്കാനോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു എന്ന് മാത്രം. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.